ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9744335592. വടക്കാഞ്ചേരി നഗരസഭയുടെ വികസന കുതിപ്പിന് പുതിയ ദിശാബോധം നൽകിക്കൊണ്ട് 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. പുതിയ ഇൻഡോർ സ്റ്റേഡിയം, മാലിന്യ സംസ്കരണത്തിന് അത്യാധുനിക സംവിധാനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾക്കായി പണം കണ്ടെത്താൻ മുനിസിപ്പൽ ബോണ്ട് തുടങ്ങിയ വിപ്ലവകരമായ പ്രഖ്യാപനങ്ങളാണ് ഇത്തവണ ബജറ്റിലുള്ളത്. നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ ബജറ്റ് അവതരിപ്പിച്ചു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നഗരസഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് തെരുവ് നായ്ക്കളുടെ ശല്യവും അവ കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും. അടിയന്തര പ്രാധാന്യത്തോടുകൂടി പ്രസ്തുത വിഷയം പരിഹരിക്കുന്നതിന് ABC പ്രവർത്തനങ്ങൾക്കായി ഷെൽട്ടർ പണിയുന്നതിനു വേണ്ടി 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. മൊബൈൽ പോർട്ടബിൾ യൂണിറ്റ് സംവിധാനം നടപ്പിലാക്കുന്നതിന് 30 ലക്ഷം രൂപ വകയിരുത്തുന്നു. കാലാവസ്ഥാ വ്യതിയാനവും പ്രത്യാഘാതങ്ങളും വരും കാലങ്ങളിൽ ഉണ്ടായേക്കാവുന്ന പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിന് 30 ലക്ഷം രൂപ വകയിരുത്തുന്നുണ്ട്. ലഭ്യമായ തനത് ഫണ്ടും പ്ലാൻ ഫണ്ടുകളും കേന്ദ്ര സംസ്ഥാന ആവിഷ്കൃത ഫണ്ടുകളും MLA MP ഫണ്ടുകളും CFC ഫണ്ടും മറ്റിതര ഫണ്ടുകളും വിനിയോഗിച്ചുകൊണ്ടാണ് നഗരസഭാ വികസന പ്രവർത്തനങ്ങളും മറ്റ് സേവന പ്രവർത്തനങ്ങളും നടന്നു വരുന്നത്. വിഭവ സ്രോതസ്സുകളുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഫലപ്രദമായ വിനിയോഗമാണ് ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്നത്. പരിമിതമായ സമയപരിധിക്കുള്ളിൽ ആണ് ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. നവകേരളത്തിന്റെ സൃഷ്ടിക്കായി വടക്കാഞ്ചേരി നഗരസഭ മുൻ ഭരണസമിതിയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നേടിയെടുത്ത വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പൂർണ്ണമായും സ്മാർട്ട് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കിയ ആദ്യ ബജറ്റ് എന്ന പ്രത്യേകതയും ഈ ബജറ്റിനുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിനെ മാത്രം ഫണ്ടിനെ ആശ്രയിക്കാതെ കേരള മുനിസിപ്പാലിറ്റീസ് ആക്ട് വിഭാവനം ചെയ്യുന്ന രീതിയിൽ ആവശ്യമായ സാമ്പത്തിക ഉപദേശങ്ങൾ തേടി മുന്നൊരുക്കങ്ങൾ നടത്തി മുനിസിപ്പൽ ബോണ്ടുകൾ സ്വീകരിക്കാൻ ബജറ്റിൽ തീരുമാനിച്ചു. നഗരസഭയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള മുനിസിപ്പൽ ബോണ്ട് സമാഹരണം സർക്കാർ അനുമതിയോടുകൂടി ഈ വർഷം തന്നെ നടപ്പിലാക്കും. കുമ്പളങ്ങാട് സ്ഥിതി ചെയ്യുന്ന മാലിന്യയാർഡിൽ ഏകദേശം 13,310 ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ബയോമൈനിങ് പ്രക്രിയയിലൂടെ പൂർണ്ണമായും നീക്കം ചെയ്തു. ഇതിലൂടെ 1.35 ഏക്കർ ഭൂമി വീണ്ടെടുക്കുന്നതിന് സാധിച്ചു. നിലവിൽ പ്രസ്തുത സ്ഥലത്ത് ആധുനിക നിലവാരത്തിലുള്ള ഹരിത പാർക്ക് FSTP സ്ഥാപിക്കുന്നതിന് 4 കോടി രൂപ, നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ CCTV സ്ഥാപിക്കുന്നതിന് 10 ലക്ഷം രൂപ, ആസ്പിരേഷണൽ ടോയ്ലറ്റ് സൗകര്യം ഒരുക്കുന്നതിനും തൃശൂർ ഷൊർണൂർ ഹൈവേയിൽ പൊതു ശൗചാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് 50 ലക്ഷം രൂപ, അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ കണ്ടെയ്നർ MCFകൾ സ്ഥാപിക്കുന്നതിന് 20 ലക്ഷം രൂപ, ഡീവാട്ടഡ് കമ്പോസ്റ്റ് പ്ലാന്റിലെ സ്ലറി സംസ്കരിക്കുന്നതിനുള്ള എഫ്ലുവൻ്റ് ട്രീറ്റ്മെൻറ്റ് സംവിധാനം ഒരുക്കുന്നതിന് 60 ലക്ഷം രൂപ തുടങ്ങിയ പദ്ധതികൾ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. നഗരസഭയുടെ കായിക മേഖലയുടെ ഉണർവിനായി പുതിയ ഇൻഡോർ സ്റ്റേഡിയം സ്ഥാപിക്കുന്നതിന് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. വടക്കാഞ്ചേരി നഗരസഭയിൽ സ്പോർട്സ് അക്കാദമി 50 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. കളിക്കളം നിർമ്മിക്കുന്നതിന് സ്ഥലം വിട്ടുതരുന്നവർക്ക് പ്രതിവർഷം റോയൽറ്റി നൽകുന്നതിന് 20 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. വടക്കാഞ്ചേരി നഗരത്തിൻ്റെ തനിമ വിളിച്ചോതുന്ന ഉത്രാളിക്കാവ് പൂരത്തിനായി 10 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ബജറ്റ് ചർച്ചയിൽ നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP മദനൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല മോഹനൻ, കൗൺസിലർമാരായ VB പീതാംബരൻ, മഹേഷ് MM എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. എന്നാൽ ബജറ്റിൽ ഉൾപ്പെടുത്തിയ പദ്ധതികൾ അച്ചടിക്കുക മാത്രമാണ് ചെയ്തതെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് PN വൈശാഖ് ആരോപിച്ചു. പിന്നെ സോളാറിനോട് എപ്പോഴും താല്പര്യം ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. കഴിഞ്ഞ ബഡ്ജറ്റിലും ഇതുപോലെ സോളാർ പദ്ധതി നടപ്പിലാക്കും, എല്ലാ സ്കൂളുകളുടെ പെരപ്പുറത്തും സോളാർ, നഗരസഭയുടെ പെരപ്പുറത്ത് സോളാർ, ലോകത്തുള്ള പെരകളിലൊക്കെ സോളാർ എന്ന് പറഞ്ഞിട്ട് വന്നു. പക്ഷെ ഇപ്പോഴും സോളാർ നടപ്പിലാക്കുന്നല്ലാതെ എന്ത് നടപ്പിലാക്കി എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ചോദ്യചിഹ്നമാണ്. ഇതുവരെയും വെറുതെ ബഡ്ജറ്റിൽ എഴുതി പിടിപ്പിക്കാനുള്ള ഒരു സംഭവമായി സോളാർ പദ്ധതിയെ കാണുന്നു എന്നുള്ളതിൽ അങ്ങേയറ്റം ഖേദകരം തോന്നുന്നു. സോളാർ പദ്ധതി ഇതുവരെയും എവിടെയും എത്തിയിട്ടില്ല. നമുക്ക് കുടിവെള്ള പദ്ധതികൾക്ക് സോളാർ ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പൊ പല കുടിവെള്ള പദ്ധതിക്കും വലിയ കാശാണ് വരുന്നത്. സാധാരണക്കാർക്ക് ബെയർ ചെയ്യാൻ പറ്റാത്ത, അവർക്ക് താങ്ങാവുന്നതിലധികം ബില്ലുകൾ അടയ്ക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. പക്ഷെ നമുക്ക് സോളാർ പദ്ധതി ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പുതുർത്തിയിൽ
രൂക്ഷമായ കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന നഗരസഭാ പ്രദേശത്ത് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിന് യാതൊരു പദ്ധതിയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് BJP കൗൺസിലർ ഇ കൃഷ്ണനുണ്ണി ആരോപിച്ചു. എനിക്ക് തോന്നുന്നു വടക്കാഞ്ചേരിയെ സംബന്ധിച്ച് നമ്മുടെ കായിക രംഗത്ത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പക്ഷെ അക്കാദമിക് IAS IPS എന്നുള്ള ആ തലത്തിലേക്ക് ഒരുപാട് കുട്ടികൾ പുറകെ നിൽക്കുന്ന ഒരു ഏരിയയാണ് വടക്കാഞ്ചേരി. അപ്പൊ വടക്കാഞ്ചേരിയെ സംബന്ധിച്ച് ഒരു IAS അക്കാദമി അല്ലെങ്കിൽ ഒരു കോച്ചിങ് സെന്റർ വടക്കാഞ്ചേരിയിൽ തുടങ്ങാനുള്ള ഒരു പദ്ധതി കൂടി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ആലോചിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു പദ്ധതി കൂടി മാറ്റിവെക്കണം ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞു അതിദാരിദ്ര്യം കേരളം അതിദാരിദ്ര്യം മുക്തമായി എന്നാണ് പ്രഖ്യാപനം. അത് വെറും പ്രഖ്യാപനമാണ്. നമ്മൾ നമ്മുടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ സാധിക്കും. കാരണം എന്റെ ഡിവിഷനില് അന്നുള്ള അതിദാരിദ്ര്യം ഇന്നും അതിദാരിദ്ര്യം തന്നെയാണ്. ഇന്നും മുനിസിപ്പാലിറ്റി അവകാശികളും അവർക്ക് അതിദാരിദ്ര്യം എന്ന ലിസ്റ്റിൽ പറ്റി അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ എവിടെയാണ് അതിദാരിദ്ര്യം മാഞ്ഞു പോയത്, എവിടെയാണ് മറഞ്ഞു പോയത്, എവിടെയാണ് ഇല്ലാതായത് എന്നുള്ളൊരു വിശദീകരണം കൂടി അധികാരികൾ തരണം. ലഹരി വിമുക്തന്റെ കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ പല കാര്യങ്ങളും വിട്ടുപോയിട്ടില്ല. നമ്മുടെ ട്രാഫിക്കിനെ കുറിച്ച് പറഞ്ഞു. ട്രാഫിക്കും അതുപോലെ പാർക്കിംഗ് സൗകര്യങ്ങൾ ആദ്യം ഉണ്ടാക്കുന്നത് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലാണ്. ഇവിടെ വണ്ടി കൊണ്ടുവന്ന റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്തിട്ടാണ് പാർക്ക് ചെയ്യുന്നത്. ആ ഇതിന്റെ അടിഭാഗം ഇന്നും വെള്ളം വന്ന് മുങ്ങി കിടക്കുകയാണ്.